കലാപത്തിനിരയായ മണിപ്പൂർ സന്ദർശിച്ച് സീറോ മലബാർ സഭയുടെ പ്രതിനിധി സംഘം മണിപ്പൂരിലെ കലാപ മേഖല സന്ദർശിച്ചതോടൊപ്പം കർദിനാൾമാർ ജോർജ് ആലഞ്ചേരിയുടെ പ്രാർത്ഥനയും പിന്തുണയും സീറോ മലബാർ സഭയുടെ മിഷൻ സെക്രട്ടറി ഫാദർ സിജു അഴകത്ത് ഇംഫാൽ അതിരൂപത ആർച്ച് ബിഷപ്പിനെ അറിയിക്കുകയും ചെയ്തു. സീറോ മലബാർ സഭയുടെ പിന്തുണ ഏറെ ആത്മവിശ്വാസം നൽകുന്നതാണെന്ന് ഇംഫാൽ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ഡൊമിനിക് ലൂമൻ പറഞ്ഞു. സീറോ മലബാർ സഭയും പീഡനത്തിന് നടുവിലൂടെ കടന്നുപോകുന്ന മണിപ്പൂരിലെ സഭയുമായി ആഴമായ ബന്ധം ഊട്ടിയുറപ്പിക്കുവാനും മണിപ്പൂരിലെ ലത്തീൻ സഭാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുവാനും മണിപ്പൂരിലെ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് കടന്നുവെന്ന് ക്രിസ്തുവിന്റെ സ്നേഹം പകരുവാനും സഭയുടെ പിന്തുണ അറിയിക്കുവാനും സീറോ മലബാർ സഭയുടെ പ്രതിനിധി സംഘത്തിന് ഈ സന്ദർശനത്തിലൂടെ സാധിച്ചു. ഇംഫാൽ അതിരൂപതയിലെ വൈദികരോടൊപ്പം കലാപബാധിതമായ അനേകം പ്രദേശങ്ങളിലൂടെ ഞങ്ങൾ യാത്ര ചെയ്യുകയുണ്ടായി. ഹൃദയഭേദകങ്ങളായ കാഴ്ചകളായിരുന്നു അവിടെയെല്ലാം ഉണ്ടായിരുന്നത്. ഇനിയൊരിക്കലും റെനോവേറ്റ് ചെയ്യുവാനോ റീഹാബിലിറ്റേറ്റ് ചെയ്യുവാനോ സാധിക്കാത്ത വിധം തകർക്കപ്പെട്ട ഗ്രാമങ്ങളും ആ ഗ്രാമങ്ങളിലെ ജീവിതങ്ങളും ഞങ്ങൾ കണ്ടു. തകർക്കപ്പെട്ട പള്ളികളും പള്ളികളോട് ചേർന്നുള്ള പള്ളിക്കൂടങ്ങളും ആതുരാലയങ്ങളും നിരവധിയാണ് അവിടെ. സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി മണിപ്പൂരിലെ കലാപബാധിത പ്രദേശങ്ങളിലെ നിജസ്ഥിതി മനസ്സിലാക്കുന്നതിനും സഭയുടെ കരുതലും സഹായവും നേരിട്ട് അറിയിക്കുന്നതിനുമായി സീറോ മലബാർ മിഷൻ സെക്രട്ടറി ഫാദർ സിജു ജോർജ് അഴകത്ത് MSTയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിനിധി സംഘത്തെയാണ് അയച്ചത്. ജൂലൈ 13 പുറപ്പെട്ട സംഘം മണിപ്പൂർ സംസ്ഥാനം പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ഇംഫാൽ അതിരൂപതയും അതിരൂപത ആർച്ച് ബിഷപ്പ് ഡൊമിനിക് ലൂമനെ സന്ദർശിക്കുകയും സീറോ മലബാർ സഭ തലവന്റെ സന്ദേശമടങ്ങുന്ന കത്ത് കൈമാറുകയും കലാപം സൃഷ്ടിച്ച ദുരിതങ്ങളെ അതിജീവിക്കുന്നതിനുള്ള സീറോ മലബാർ സഭയുടെ പിന്തുണയും സഹകരണവും ഉറപ്പു നൽകുകയും ചെയ്തു. ഇംഫാൽ അതിരൂപതയുടെ സ്ഥാപനത്തിനും വളർച്ചയ്ക്കും നിർണായകമായ പങ്കുകൾ വഹിക്കുകയും ഇംഫാൽ അതിരൂപതയുടെ വ്യത്യസ്തങ്ങളായ ശുശ്രൂഷാ മേഖലകളിൽ കഠിനാധ്വാനത്തിലൂടെ പ്രേക്ഷിത തീക്ഷ്ണതയിലൂടെ ഏറെ സംഭാവനകൾ നൽകുന്നതിന് മുൻപന്തിയിൽ നിൽക്കുകയും ചെയ്തത് കേരള സഭയിൽ നിന്നുള്ള വൈദികരും സന്യസ്തരുമാണെന്ന് ആർച്ച് ബിഷപ്പ് അനുസ്മരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ സങ്കടത്തിൻ്റെതായ നഷ്ടപ്പെടലിൻ്റെതായ കീറിമുറിക്കലിൻ്റെതായ ഈ ഒരു സാഹചര്യത്തിലും കേരള സഭ തങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളത് ഏറെ ആശ്വാസവും ആത്മവിശ്വാസവും നൽകുന്നതാണെന്ന് പിതാവ് അനുസ്മരിക്കുകയുണ്ടായി. ഈ ഡെലഗേഷനിലൂടെ സഭയുടെ പിതാവ് നിലമമായ മേജർ ആർച്ച് ബിഷപ്പ് ഉദ്ദേശിച്ചതും അതുതന്നെ. സീറോ മലബാർ സഭയുടെ പ്രതിനിധി സംഘം ഇംഫാൽ അതിരൂപത പ്രതിനിധികളോടൊപ്പം കലാപബാധിതമായ നിരവധി സ്ഥലങ്ങൾ സന്ദർശിക്കുകയും ക്യാമ്പുകളിലുള്ള കലാപബാധിതരെയും പതിറ്റാണ്ടുകളായി ഇവിടെ വിവിധങ്ങളായ പ്രേക്ഷിത ശുശ്രൂഷകളിൽ ഏർപ്പെട്ടിരിക്കുന്ന വൈദികരെയും സന്യസ്തരെയും ജനപ്രതിനിധികളെയും സന്ദർശിക്കുകയും നിജസ്ഥിതി മനസ്സിലാക്കാൻ പരിശ്രമിക്കുകയും ചെയ്തു. മണിപ്പൂർ എന്ന സംസ്ഥാനത്തിന്റെ വികസനത്തിനായി കാതലായ സംഭാവനകൾ ഇംഫാൽ അതിരൂപത നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെയും ആതുര ശുശ്രൂഷാ കേന്ദ്രങ്ങളിലൂടെയും സാമൂഹിക സേവനത്തിനായി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന കേന്ദ്രങ്ങളിലൂടെയും വളരെ കാതലായ സംഭാവനകൾ ഇംഫാൽ അതിരൂപത നൽകിയിട്ടുണ്ട്. ഇംഫാൽ അതിരൂപതയിലൂടെ മണിപ്പൂർ എന്ന സംസ്ഥാനത്തിൻ്റെ വികസനത്തിനായി 4ഉം 5ഉം പതിറ്റാണ്ട് ശുശ്രൂഷ ചെയ്ത മലയാളികളായ അനേകം വൈദികരെയും സന്യസ്തരെയും ഞങ്ങൾക്കവിടെ ദർശിക്കുവാൻ സാധിച്ചു. അതിരൂപതയുടെ സ്ഥാപനത്തിനും വളർച്ചയ്ക്കും ഏറെ നിർണായകമായ സംഭാവനകൾ നൽകിയ കേരള സഭ തങ്ങളുടെ സങ്കടത്തിന്റെയും നഷ്ടപ്പെടലിന്റെയും ദുരിതത്തിന്റെയും കാലഘട്ടത്തിലും കൂടെയുണ്ട് എന്നുള്ളത് ഏറെ ആശ്വാസവും ആത്മവിശ്വാസവും നൽകുന്നതാണെന്നും ആർച്ച് ബിഷപ്പ് തന്റെ മറുപടി സന്ദേശത്തിൽ പരാമർശിച്ചു. ഇംഫാൽ അതിരൂപതയുടെ അധ്യക്ഷനായ മോസ്റ്റ് റെവറൻ ആർച്ച് ബിഷപ്പ് ഡൊമിനിക് ലൂമനെ നേരിട്ട് സന്ദർശിക്കുകയും മേജർ ആർച്ച് ബിഷപ്പ് തന്നുവിട്ട സന്ദേശം കൈമാറുകയും ചെയ്തു. ആർച്ച് ബിഷപ്പുമായും ആർച്ച് ബിഷപ്പിൻ്റെ കുരിയ മെമ്പേഴ്സുമായിട്ടുള്ള വിശകലനത്തിലൂടെ മണിപ്പൂരിലെ നിജസ്ഥിതി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ട് പരിശ്രമിച്ചു. സഹോദര സഭകളുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവിടേക്ക് കയറി ചെന്ന് അവരോടൊപ്പമായി ക്രിസ്തുവിന്റെ സ്നേഹം പകർന്നുകൊണ്ട് സീറോ മലബാർ സഭയുടെ കരുതലും സ്നേഹവും പിന്തുണയും അറിയിക്കുക എന്ന സുപ്രധാന ദൗത്യം നിർവഹിക്കാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് സീറോ മലബാർ സഭയുടെ മണിപ്പൂർ സന്ദർശിച്ച പ്രതിനിധി സംഘം. ഷക്കീന ന്യൂസ്, കൊച്ചി.